കട്ടപ്പന നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാക്കാൻ കട്ടപ്പന YMCAയും വിവിധ സംഘടനകളും ചേർന്ന് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടും നിർദ്ദേശങ്ങളും നഗരസഭ ഭരണസമിതിക്ക് സമർപ്പിച്ചു. ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി അജി K തോമസ് എന്നിവർക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. നഗരത്തിലെ ഗതാഗതക്കുരുക്കും പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ അഭാവവും വ്യാപാരികളെയും വിവിധ ആവശ്യങ്ങൾക്കായി ടൗണിൽ എത്തുന്നവരെയും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ഗതാഗത തടസ്സം അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കട്ടപ്പന YMCAയുടെ നേതൃത്വത്തിൽ ലയൺസ് ക്ലബ്ബുകൾ, റോട്ടറി ക്ലബ്ബുകൾ, മലയാളി ചിരി ക്ലബ്ബ്, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർ ചേർന്ന് നടത്തിയ പഠനത്തിൽ വിവിധ ബൈപ്പാസ് റോഡുകൾ ഫലപ്രദമായി ഉപയോഗിച്ചാൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തി. ഇത് കട്ടപ്പനയുടെയും മറ്റ് സ്ഥലങ്ങളുടെയും വികസനത്തിനും വഴിതെളിക്കും. ഒരു നിബന്ധനയും ഇല്ലാതെ പോകണം എന്നുള്ളതല്ല. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു YMCA ഇത്രയും കാലത്തിനിടെ എടുത്ത ഏറ്റവും ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. കാരണം ഏതാണ്ട് മുഴുവൻ സംഘടനകളെയും വിളിച്ചിരുത്തി സംസാരിച്ചു, കഴിയുന്നിടത്തോളം റെസിഡൻസ് അസോസിയേഷനെ കണ്ട് സംസാരിച്ചു, ഇവിടുത്തെ എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും ചെന്ന് അവരെടുത്ത് ഈ നിർദ്ദേശം വെച്ചു, ബസ് ഓണേഴ്സിനെ കണ്ടു, വ്യാപാരി. ഇത് കട്ടപ്പനയുടെയും മറ്റ് സ്ഥലങ്ങളുടെയും വികസനത്തിനും വഴിതെളിക്കും. വിഷയം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കുമെന്നും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സഹകരണത്തോടെ ചർച്ച ചെയ്യുമെന്നും ഭരണസമിതി അറിയിച്ചു. ഈ കാര്യത്തിൽ മുനിസിപ്പാലിറ്റിക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. കാരണം ഈ ഭേദഗതികളെല്ലാം ഇവിടെ വരുത്തേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും അഭിപ്രായമാണുള്ളത്. YMCA പ്രസിഡന്റ് രജിത് ജോർജ്, സെക്രട്ടറി KJ ജോസഫ്, റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ TM ജോസഫ്, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ രാജീവ് ജോർജ്, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ, മലയാളി ചിരി ക്ലബ്ബ് രക്ഷാധികാരി ജോർജി മാത്യു, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.